സഹകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് അല്ലേ. 4th ഇയറിലൊക്കെ കണ്ടമാനം കാണാതെ കുത്തിമറിഞ്ഞ് പഠിച്ച കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പം അതിൻ്റെ നമ്മുടെ എസ്സേകളൊക്കെ ആയിരുന്നു അല്ലേ, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം, ഡിസ്ക്രൈബ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. അപ്പം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. നമുക്ക് പോവാം. ഓരോന്നും എന്തൊക്കെയാണെന്നും ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് തന്നെ എന്താണ് ആ ഒരു ഒരു പേപ്പർ എടുക്കുക, ഓരോ പ്രോഗ്രാം എഴുതുക. പ്രോഗ്രാം എഴുതിയിട്ട് പേപ്പർ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതിനകത്തോട്ട് ഓരോരോ പ്രോഗ്രാം എഴുതി അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാം അതിൻ്റെ റെക്കമെൻഡേഷൻസും കാര്യങ്ങളും ഒക്കെ എഴുതുമ്പോഴത്തേന് അത് നിങ്ങൾക്ക് തറവായിക്കോളും. The Ministry of Health, Government of India, Central Health Council launched the programs aimed at controlling or eradicating diseases which cause considerable morbidity and mortality in India. ആണല്ലോ, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എല്ലാം കൂടെ, അല്ലെങ്കിൽ സെൻട്രൽ ഹെൽത്ത് കൗൺസിൽ, ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? ഈ ഹെൽത്ത് പ്രോഗ്രാംസ് അല്ലേ ഫോം ചെയ്ത്. മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ചില ഡിസീസുകളുടെ ഇറാഡിക്കേഷൻ, അതുപോലെ തന്നെ കൺട്രോളിങ് അല്ലേ, കൺട്രോളിങ് ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് സർട്ടൺ ഡിസീസസ്. അത് എന്തിന് കാരണമാകുന്നുണ്ട്? ഡെത്തിനും ഡിസീസിനും ഒക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളതിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാമുകളെയാണ് എന്തെന്ന് പറയുന്നത്? നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമുകളെന്ന് പറയുന്നത്. അപ്പം പ്രോഗ്രാംസ് ഫോർ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അപ്പോൾ ഇത് ഓരോന്നും കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെത്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെത്, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് പ്രോഗ്രാമുകളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഏതാണ്? നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. അതിനകത്ത് മലേറിയ വരുന്നുണ്ട്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വരുന്നുണ്ട്, ഡെങ്കു വരുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് പഠിക്കുന്നുണ്ട്. അതിനകത്താണ് ഈ വെക്ടർ കൺട്രോൾ പ്രോഗ്രാമിനകത്താണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്കുലോസിസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, പിന്നെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം, പിന്നെ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, ഗുനിയ വോം ഇറാഡിക്കേഷൻ പ്രോഗ്രാം, യോസ് കൺട്രോൾ പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം. പിന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനകത്ത് വരുന്നത് ഏതൊക്കെ പ്രോഗ്രാമുകളാണ്? നാഷണൽ ക്യാൻസർ കൺട്രോൾ പ്രോഗ്രാം, പിന്നെ നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം, നാഷണൽ ഡയബറ്റീസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഒക്യുപ്പേഷണൽ ഡിസീസസ്, പിന്നെ നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ്, നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ഡിസീസസ് ആൻഡ് സ്ട്രോക്ക്, നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡെഫ്നെസ്. ഇനി ന്യൂട്രീഷണൽ പ്രോഗ്രാമിനകത്ത് വരുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, പിന്നെ മിഡ് ഡേ മീൽ പ്രോഗ്രാം, സ്പെഷ്യൽ ന്യൂട്രീഷൻ പ്രോഗ്രാം, അതെല്ലാം വരുന്നത്. പിന്നെ നാഷണൽ ന്യൂട്രീഷണൽ അനീമിയ കൺട്രോൾ പ്രോഗ്രാം, അനീമിയ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം, പിന്നെ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് കൺട്രോൾ പ്രോഗ്രാം, ബാലവാടി ന്യൂട്രീഷൻ പ്രോഗ്രാം, പ്രോഗ്രാം റിലേറ്റഡ് ടു വെൽഫെയർ, അതായത് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം, റൂറൽ ഹെൽത്ത് മിഷൻ, വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ പ്രോഗ്രാം, 20 പോയിൻ്റ് പ്രോഗ്രാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിനകത്ത് വരുന്നത്? കോമൺ ആയിട്ട് നമുക്ക് നമ്മൾ കോമൺ ആയിട്ട് ഉള്ള പ്രോഗ്രാമുകളാണ് ഇത്. അതിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ കൂടുതലായിട്ടും സ്ലൈഡ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഓരോന്നിൻ്റെയും ഡേറ്റുകൾ, അതിൻ്റെ മെയിനായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണ ചോദിച്ചിട്ടുണ്ട്, കേട്ടല്ലോ. അപ്പോൾ അത് ഓരോന്നും പഠിക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം ഏതാന്ന്. നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം. നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം എന്താണ്? ദിസ് പ്രോഗ്രാം ലോഞ്ച്ഡ് ഇൻ 1953. ഈ പ്രോഗ്രാം എന്നാണ് വന്നത്? 1953 എന്ത് വന്നത്? മലേറിയ കൺട്രോൾ പ്രോഗ്രാം വരുന്നത്. ഇതിനകത്ത് തന്നെ ഇഷ്ടം പോലെ ഡേറ്റുകൾ ഈ ഒരൊറ്റ പ്രോഗ്രാമിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പം അത് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ ഡ്യൂറിങ് ദ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. അപ്പോൾ ഇത് എന്നാണ് വന്നത്? ഡ്യൂറിങ് ദ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. അപ്പോൾ ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് മുതൽ എന്ന് വരെയാ? 1951 മുതൽ 55 വരെയാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാന് വരുന്നത്. ഇനി
The good result of this program is encourage the government of India to adopt malaria eradication program. ഇതെന്താണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ എൻകറേജ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ടു അഡോപ്റ്റ് മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം. മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ നമ്മൾ എന്ത് ചെയ്യുന്നു? എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. ഇനി സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ ഫോർ മലേറിയ കൺട്രോൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എന്നാണ്? 2007 to 2012 അത് വരുന്നത്. ഇത് രണ്ടും ഒറ്റ ഇതാണ്, ഇതില്ല. എന്താണ് സ്ട്രാറ്റജിക് ആക്ഷൻ ഫോർ മലേറിയ കൺട്രോൾ എന്ന് പറയുന്നത് എപ്പോഴാണ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്? 2007 to 2012 വരെയാണ്. ഇനി മലേറിയ ആക്ഷൻ പ്ലാൻ വാസ് ലോഞ്ച്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 1994. മലേറിയ ആക്ഷൻ പ്ലാൻ അത് വന്നേക്കുന്നത് എന്നാണ്? 1994 അത് വന്നിരിക്കുന്നത്. പിന്നെ എന്താണ്? നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം വാസ് ചേഞ്ച്ഡ് ടു നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം ഇൻ 1958. അപ്പം എന്താണ് 1958 ഇതെങ്ങനെ കൺവേർട്ടായി? ഈ നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം എന്തായിട്ട് ചേഞ്ച് ചെയ്തു? നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാമായിട്ട് അത് ചേഞ്ച് ചെയ്തു. പിന്നെന്താ? റീനെയിമിംഗ് ഓഫ് നാഷണൽ ആൻറ്റി മലേറിയൽ പ്രോഗ്രാം ടു നാഷണൽ വെക്ടർ ബോൺ കൺട്രോൾ പ്രോഗ്രാമായിട്ട് വന്നത് എപ്പോഴാണ്? 2002 നാഷണൽ വെക്ടർ ബോൺ പിന്നെന്താണ് കൺട്രോൾ പ്രോഗ്രാമായിട്ട് വന്നത് എന്നാണ്? അത് ഏതായിട്ടാണ്? അത് ഏത് ഡേറ്റിനാണ് വന്നത്? 2002 വന്നത്. പിന്നെ ഏതാണ്? നാഷണൽ വെക്ടർ കൺട്രോൾ അല്ലെങ്കിൽ നാഷണൽ വെക്ടർ ബോൺ കൺട്രോൾ പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു ഇത് വന്നത് അത് എന്ന് പറയുന്നത് എന്തിൻ്റെ അണ്ടറിലുള്ളതാണ് അല്ലെങ്കിൽ എന്തിൻ്റെ പാർട്ടാണ്? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ്റെ പാർട്ടാണ്. ക്ലിയർ ആയോ? എൻഹാൻസ്ഡ് മലേറിയ കൺട്രോൾ പ്രോജക്റ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ എന്താണ്? എൻഹാൻസ്ഡ് മലേറിയ കൺട്രോൾ പ്രോജക്റ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 1997 വിത്ത് ദ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓഫ് ബ്ലഡ് ബാങ്ക്. അപ്പം എന്താണ് എൻഹാൻസ്ഡ് മലേറിയ കൺട്രോൾ പ്രോജക്റ്റ് വന്നത് എന്നാണ്? 1997 വിത്ത് ദ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓഫ് ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ടിലാണ് എന്ത് വന്നത്? ഈ മലേറിയ കൺട്രോൾ പ്രോജക്റ്റിനെ എൻഹാൻസ് ചെയ്തത്. ഇൻഫെസ്റ്റഡ് മലേറിയ കൺട്രോൾ പ്രോഗ്രാം ഈസ് എ 5-year സ്കീം സ്റ്റാർട്ടിംഗ് ഫ്രം ജൂലൈ 5 to എന്താണ് 2010. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു 5-year സ്കീമാണ്. അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ജൂലൈ 5 അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ്? ജൂൺ 2010 അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെന്താണ്? നാഷണൽ ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം. നാഷണൽ ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയുന്നത് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ്? 1955 നാഷണൽ ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാണ്? 1955. കാല അസാർ ഇതെല്ലാം എന്ന് പറയുന്നത് വെക്ടർ ബോൺ കൺട്രോൾ പ്രോഗ്രാമുകളാണ്. മലേറിയ പിന്നെന്താണ്? ഫൈലേറിയ. അടുത്ത ഏതാണ്? കാല അസാർ. കാല അസാർ എന്ന് പറയുന്നത് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാ? 1990 to 91 വരെയാണ് അതിൻ്റെ ആ ഒരു ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ടു എൻഹാൻസ് ദ കേസ് ഡിറ്റക്ഷൻ ആൻഡ് കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് ഇൻക്ലൂഡിങ് ഇൻട്രൊഡക്ഷൻ ഓഫ് RK39 റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് കിറ്റ് ആൻഡ് ഓറൽ ഡ്രഗ്. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ എന്താണ്? മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്യുന്നത് കേസ് ഡിറ്റക്ഷൻ ആണ്. അത് കണക്ക് തന്നെ കംപ്ലീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റിനകത്ത് പറയുന്നത് എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് RK39 റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് കിറ്റ് ആൻഡ് ഓറൽ ഡ്രഗ്. ഏതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്? RK39 ആൻഡ് റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് RK39 റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് കിറ്റ് ആൻഡ് ഓറൽ ഡ്രഗ് ആണ് എന്തെന്ന് പറയുന്നത്? ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇതിൻ്റെ എന്താ പറയുന്നത് മെയിനായിട്ടുള്ള ഇതിൻ്റെ ആ ഒരു പിന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിനായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? കേസ് ഡിറ്റക്ഷൻ ആൻഡ് കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് ഇൻക്ലൂഡിങ് ഇൻട്രൊഡക്ഷൻ ഓഫ് RK39 റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് കിറ്റ് ആൻഡ്
ഓറൽ ഡ്രഗ്. അതായത് ഈ RK39 എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്താണ്? അതെന്ന് പറയുന്നത് ഇതൊരു ടെസ്റ്റാണ്. എന്തിനുള്ള ടെസ്റ്റാണെന്ന് വെച്ചാൽ ടു ഡിറ്റക്റ്റ് ദ ആൻറ്റിബോഡീസ് പ്രസൻറ്റ് ഇൻ, അതായത് ഈ കാലാ അസാർ ഉണ്ടാക്കുന്നത് ലീഷ്മാനിയാസിസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവയിൽ നിന്നാണ്. അപ്പം അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് എന്തെന്ന് പറയുന്നത്? RK39 ഡിപ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇതാണ് ഇതിനകത്തുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെന്താ? ഇൻ്ററപ്ഷൻ ഓഫ് ട്രാൻസ്മിഷൻ ത്രൂ വെക്റ്റർ കൺട്രോൾ, പ്രൊവൈഡിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫോർ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഡിസീസ്, മോണിറ്ററിങ്, സൂപ്പർവിഷൻ ആൻഡ് ഇവാലുവേഷൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്തിനകത്ത് വരുന്നത്? കാലാ അസാറിനകത്ത് വരുന്നത്. അതായത് അവരുടെ വെക്റ്റർ ട്രാൻസ്മിഷനും കാര്യങ്ങളും എല്ലാം തടയുക. പിന്നെന്താണ്? പ്രൊവൈഡിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അവർ പ്രോപ്പറായിട്ട് എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷനും കാര്യങ്ങളും എല്ലാം കൊടുക്കുക. പിന്നെ അവരെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, പിന്നെന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെന്താ? ജാപ്പനീസ് എൻസെഫലൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം. അതെന്താണ്? ദിസ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ സ്മോൾ വൈറസ് വിച്ച് ഈസ് സ്പ്രെഡ് ബൈ മോസ്കിറ്റോസ്. ഇതെന്താണ്? മോസ്കിറ്റോസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? ഏർലി ഡയഗ്നോസിസ് ആൻഡ് കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ്, അതാണ് അതിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് വെക്റ്റർ കൺട്രോൾ ഇൻക്ലൂഡിങ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ, പിന്നെന്താണ്? കപ്പാസിറ്റി ബിൽഡിങ്. പിന്നെ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിനേഷൻ ഈസ് റെക്കമെൻഡഡ് ഫോർ ചിൽഡ്രൻ ബിറ്റ്വീൻ 1 to 15 years. ഇനി ഡെങ്കു ഫീവർ കൺട്രോൾ പ്രോഗ്രാം ആണെങ്കിലോ എന്താണ്? ഡ്യൂറിങ് 1996 ആൻ ഔട്ട് ബ്രേക്ക് ഓഫ് ഡെങ്കു വാസ് റിപ്പോർട്ടഡ് ഇൻ. എവിടെയാണ് 1996 എവിടെയാണ് വന്നത്? ഡൽഹിയിലാണ് ആ ഒരു ഔട്ട് ബ്രേക്ക് വന്നത്. പിന്നെന്താ? ചിക്കൻ ഗുനിയ ഫീവർ കൺട്രോൾ പ്രോഗ്രാം. ചിക്കൻ ഗുനിയ ഫീവർ കൺട്രോളിനകത്ത് എന്താ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കണ്ടിന്യൂസ്ലി മോണിറ്ററിങ് ദ സിറ്റുവേഷൻ. അതൊന്നും അത്ര വലിയ ഇതായിട്ടുള്ളതല്ല, ഡേറ്റുകൾ മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്ത് പഠിച്ചു വെക്കുക. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത്? നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം. എന്താണ് നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം? ഹാസ് ബീൻ ഓപ്പറേഷൻ സിൻസ് 1955 എന്ത് വന്നത്? നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം വന്നത്. പിന്നെന്താ? ഇൻ 1983 ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിക്ലയർഡ് ഇറ്റ്സ് റിസോൾവ് ടു ഇറാഡിക്കേറ്റ് ലെപ്രസി ബൈ ദ ഇയർ 2000. അപ്പോൾ എന്താണ്? ഇൻ 1983 എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്താണ് ഡിക്ലെയർ ചെയ്തു? എന്ത്? ഇറാഡിക്കേറ്റ് ലെപ്രസി ബൈ ദ ഇയർ 2000. മേജർ ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂ കേസ് ഡിറ്റക്ഷൻ റേറ്റ് ഇൻ ദ മെയിൻ ഇൻഡിക്കേറ്റർ, dressing material, supportive medicines and ulcer kit are provided. Microcellular rubber footwear is provided for protection of feet. പിന്നെന്താ? An amount of 5,000 is provided for BPL ഫാമിലി. അപ്പോൾ ഇതിനകത്തുള്ള മേജർ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ലെപ്രസി ആണല്ലേ. അവിടെ ഇവിടെയെല്ലാം എന്ത് ചെയ്തു? ഇത് വന്ന് ഈ എന്താ പറയുന്നത്, ഈ ഒരു ഇത് വന്നിട്ട് എന്ത് ചെയ്യും? അവിടെ എല്ലാം അൾസർ ഫോം ചെയ്യും. അപ്പം എന്താണ്? അങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് നോക്കും. വന്നിട്ടുണ്ട്, അതങ്ങനെ എന്താ പറയുന്നത്, അത് നല്ല മുറിവായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഡ്രസ്സിങ് മെറ്റീരിയൽസും സപ്പോർട്ടീവ് മെഡിസിനും അൾസർ കിറ്റും ഇതെല്ലാം അവരെന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. പിന്നെന്താണ്? മൈക്രോ സെല്ലുലാർ റബ്ബർ ഫുട്വെയർ അവർ കൊടുക്കും. എന്താണ്? റബ്ബർ ഫുട്വെയർ അവർ കൊടുക്കും. എന്തിനു വേണ്ടിയാണ്? ഫീറ്റിൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടി. അതുപോലെ തന്നെ ബിലോ പോവേർട്ടി ലൈനിലുള്ള ആൾക്കാർക്ക് എന്താണ്? 5,000 റുപ്പീസ് വെച്ച് അവരെന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ASHA has been involved in bringing out the spread of leprosy cases from their villages for diagnosis and treatment. They are being paid incentive money as on confirmed diagnosis. കൺഫേം ആയിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് അവർ ചെന്ന് ഈ ആശാ വർക്കേഴ്സ് അവരുടെ കമ്മ്യൂണിറ്റിയിൽ അത് സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഇൻഫോം ചെയ്യുന്നതിന് അവർക്ക് എന്ത് കൊടുക്കും? പേയ്മെൻറ്റ് കൊടുക്കും. അത് കൺഫേം ആയിട്ടുള്ള ഡിസീസാണ് അവർ ഇൻഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? 250 റുപ്പീസ്. പിന്നെന്ന് പറഞ്ഞാൽ ഓൺ കംപ്ലീഷൻ ഓഫ് ഫുൾ കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് കേസ് വിത്തിൻ സ്പെസിഫൈഡ് ടൈം. പിന്നെന്താണ്? പിന്നെ അത് കണക്ക് തന്നെ എന്താണ്? പോസ്റ്റ് ബേസിക് ലെപ്രസി കേസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 400. ആൻഡ് MB ലെപ്രസി കേസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 600 ആണ് വരുന്നത്. ക്ലിയർ ആയോ? ഓൺ കംപ്ലീഷൻ ഓഫ് ഫുൾ കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ കേസ് വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം. അതിനകത്തെന്ന് പറയുന്നത് പോസി ബാസിലറി ലെപ്രസി ആണെന്നുണ്ടെങ്കിൽ, പോസി ബാസിലറി ലെപ്രസി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സ്കിൻ ലീഷൻസിലും അല്ലെങ്കിൽ ലീഷൻസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനാണ് എന്തെന്ന് പറയുന്നത്? പോസി ബാസിലറി എന്ന് പറയുന്നത്. എന്താണ്? പോസി
ബാസിലറി ലെപ്രസി എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ് സ്കിൻ ലീഷൻസ് എന്താണ് വളരെ കുറവായിരിക്കും. മനസ്സിലായോ? എന്താണ് ഈ പോസി ബാസിലറി ലെപ്രസി എന്ന് പറയുന്നത്. അതേസമയം MB എന്ന് പറഞ്ഞാൽ എന്താണ് മൾട്ടി ബാസിലറി. അവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും മോർ സ്കിൻ ലീഷൻസ് ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പം എന്താണ് അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ കേസാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 600 rupees ആയിരിക്കും. മനസ്സിലായോ? പിന്നെന്താണ് ആൻ ഏർലി കേസ് ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് എനി വിസിബിൾ ഡീഫോമിറ്റീസ് അതെന്താണ് 250 വരും. എ ന്യൂ കേസ് വിത്ത് വിസിബിൾ ഡീഫോമിറ്റി ഇൻ ഹാൻഡ്സ് ഫീറ്റ് ഓർ ഐസ് അതെന്താണ് 200 വരും. അപ്പം അത്രയേ ഉള്ളൂ എന്തിനകത്ത് വരുന്നത് ലെപ്രസിയുടെ പ്രോഗ്രാം. അത് ക്ലിയർ ആയോ? ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ക്ലിയർ ആയോ? അതിനകത്ത് എന്താണ് ആശാ വർക്കേഴ്സ് അത് റിപ്പോർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് ഓരോ ക്രൈറ്റീരിയ ഉണ്ട് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നതിന്. ആ ക്രൈറ്റീരിയയെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ എന്താണ് ആ ഡ്രഗ് കിറ്റിനെ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് 1962 നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ് ടു ഡീൽ വിത്ത് ദ പ്രോബ്ലം ഓഫ് ട്യൂബർക്ലോസിസ് ത്രൂ ദ ഇൻ്റഗ്രേറ്റഡ് ഹെൽത്ത് സർവീസസ്. ഇൻ്റഗ്രേറ്റഡ് ഹെൽത്ത് സർവീസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു പ്രോബ്ലം നമ്മൾ ഡീല് ചെയ്യുന്നു. പിന്നെന്താ to give priority to the reduction of pool of infection, case detection and treatment of cases and drug distribution, to give BCG vaccine to susceptible. The വേൾഡ് TB ഡേ എന്ന് പറയുന്നത് എന്നാണ് വേൾഡ് അല്ല WORLD വേൾഡ് TB ഡേ എന്ന് പറയുന്നത് എന്നാണ് 24th March ആണ് എന്തെന്ന് പറയുന്നത് വേൾഡ് TB ഡേ എന്ന് പറയുന്നത്. ദ തീം ഓഫ് വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ ഇൻ 2025 എന്ന് പറയുന്നത് എന്താണ് യെസ് വി ക്യാൻ എൻഡ് TB കമ്മിറ്റ് ഇൻവെസ്റ്റ് ആൻഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ഡെലിവർ. അതാണ് ഇപ്പോഴത്തെ എന്താണ് ട്യൂബർക്ലോസിസ് ഡേയുടെ അല്ലെങ്കിൽ വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ 2025 തീം എന്ന് പറയുന്നത്. Revised National Tuberculosis Program was launched in 1997. Later, it was renamed the National Tuberculosis Elimination Program in 2020. ഈ ഡേറ്റുകളെല്ലാം ഓർത്തു വെക്കുക. ആദ്യം റിവൈസ്ഡ് RNTCP ലോഞ്ച് ചെയ്തത് 1997 അതിനുശേഷം അതിനെ റീനെയിം ചെയ്തു നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം. അത് 2020 RNTCP and National Tuberculosis Elimination Program focuses on early diagnosis, treatment and prevention of TB through strategy known as എന്താണ് DOTS. ഡോട്ട്സിന് എന്താ പറയുന്നത് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്. അതാണ് അത് അങ്ങനെ പറയാം. അവർ രണ്ടുപേരും കൂടാണ് എന്ത് കൊണ്ടുവന്നത് ഈ ഡോട്ട്സ് കൊണ്ടുവന്നത്. RNTCPയും പിന്നെ ആരും കൂടാണ് നാഷണൽ എന്താണ് ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമും കൂടെ ഫോക്കസ് ചെയ്താണ് എന്ത് കൊണ്ടുവന്നത് ഡോട്ട്സ് എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുവന്നത്. പിന്നെ ഇറ്റ് ഹാസ് 5 components. ഈ ഡോട്ട്സിന് 5 component ആണുള്ളത്. ഏതിനാണ് പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ്, ഡയഗ്നോസിസ് ബൈ ക്വാളിറ്റി അഷ്വേർഡ് സ്പ്യൂട്ടം സ്മിയർ മൈക്രോസ്കോപ്പി, പിന്നെന്താ അഡിക്വേറ്റ് സപ്ലൈ ഓഫ് ക്വാളിറ്റി അഷ്വേർഡ് ഡ്രഗ്സ്, ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ്, സിസ്റ്റമിക് മോണിറ്ററിങ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇതാണ് ഈ 5 components എന്ന് പറയുന്നത്. എന്താണ് പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഡയഗ്നോസിസ് ബൈ ക്വാളിറ്റി അഷ്വേർഡ് സ്പ്യൂട്ടം സ്മിയർ ഉണ്ട്, അഡിക്വേറ്റ് സപ്ലൈ ഓഫ് ക്വാളിറ്റി അഷ്വേർഡ് ഡ്രഗ്സ് ഉണ്ട്, പിന്നെ ഏതാണ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ്, സിസ്റ്റമിക് മോണിറ്ററിങ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. പിന്നെ നമ്മുടെ JPHന് ചോദിച്ചിരുന്നു അല്ലേ നിക്ഷയ് എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത്. ക്ഷയം. അപ്പോൾ എന്താണ് ട്യൂബർക്ലോസിസ്. ദ സോഫ്റ്റ്വെയർ വാസ് ലോഞ്ച്ഡ് ഇൻ 2012. അത് ചോദിച്ചിട്ടുള്ളതായിരുന്നേ. ഇനി അടുത്ത ഏതാണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം. എന്താണ് എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ ഇൻ ദ ഇയർ 1987 എന്ത് വന്നത് എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം വന്നത്. അതിൻ്റെ മൈൽ സ്റ്റോൺ എന്തൊക്കെയാണെന്നുള്ളത് 1986 ഫസ്റ്റ് കേസ് ഓഫ് HIV ഡിറ്റക്റ്റ് ചെയ്തു അല്ലേ. പിന്നെന്താണ് ഇൻ 1992 നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം 1 വാസ് ലോഞ്ച്ഡ്. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ബോർഡ് കൺസ്റ്റിറ്റ്യൂട്ട് എന്താണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ സെറ്റപ്പ്. പിന്നെന്താ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം 2 അത് ലോഞ്ച് ചെയ്തു. പിന്നെ അതാണ് 2002 നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പോളിസി ആൻഡ്
നാഷണൽ ബ്ലഡ് പോളിസി അഡോപ്റ്റ് ചെയ്തു. നാഷണൽ 2004 ആൻറ്റി റെട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്തു. 2007 എന്താണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം 4 ആ ഒരു സ്ട്രാറ്റജിക് പ്ലാനുമായിട്ട് വന്നു. മെയിനായിട്ടുള്ള ഇതിൻ്റെ ഈ ഫേസ് 1-ൻ്റെയും ഫേസ് 2-ൻ്റെയും ഒക്കെ മെയിനായിട്ടുള്ള ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ എയ്ഡ്സിൻ്റെ ആ ഒരു ഇത് കുറയ്ക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്പ്രെഡിങ് കുറയ്ക്കുക എന്നുള്ള ആ ഒരു ഇതാണ്. അവർ പ്രോപ്പർ എഡ്യൂക്കേഷനും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട്. ഇനി അടുത്ത ഏതാ, നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ്. എന്താണ് blindness? The government of India launched a mass program for the prevention of blindness in November 1976. പിന്നെന്താ, അതിൻ്റെ വിഷൻ 2020 എന്ന് പറയുന്നത് എന്താണ്, ദ റൈറ്റ് ടു സൈറ്റ് എന്നാണ് അതിന് പറയുന്നത്. ദ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ടു റെഡ്യൂസ് ദ അവോയ്ഡബിൾ ബ്ലൈൻഡ്നെസ് ബൈ ദ ഇയർ എന്താണ് 2020. ദ മെയിൻ ഫീച്ചർ ഓഫ് ദിസ് പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്, ദ ടാർഗറ്റ് ഡിസീസസ് ആർ എന്താണ്, കാറ്ററാക്റ്റ്, റിഫ്രാക്റ്റീവ് എറേഴ്സ്, ചൈൽഡ്ഹുഡ് ബ്ലൈൻഡ്നെസ്, കോർണിയൽ ബ്ലൈൻഡ്നെസ്, ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇതൊക്കെയാണ് ഈ ഒരു വിഷൻ 2020യുടെ മെയിനായിട്ടുള്ള ഒരു ടാർഗറ്റ് ഡിസീസ് എന്ന് പറയുന്നത്. അതായത് കംപ്ലീറ്റ് ആ ഒരു ബ്ലൈൻഡ്നെസ്സിനെ അവോയ്ഡ് ചെയ്യുക, 2020 ആകുമ്പോഴത്തേന് ഇത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു റെഡ്യൂസ് ദ ബാക്ക്ലോഗ് ഓഫ് ബ്ലൈൻഡ്നെസ് through identification and treatment of blind. പിന്നെന്താ, to help the eye care facilities in district. പിന്നെന്തുവാ, to develop human resources for providing eye care facility services, to improve quality of services, service delivery, to secure participation of voluntary organizations in eye care, to enhance community awareness on eye care. പിന്നെന്താ, ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ബ്ലൈൻഡിങ് ഓൾ ഇന്ത്യ ബ്ലൈൻഡ് റിലീഫ് സൊസൈറ്റിക്കകത്ത് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിനകത്ത് വരുന്നത്. അടുത്ത ഏതാണ്, വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം. അതിനകത്ത് എന്താ, നാഷണൽ വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റഡ് ഇൻ 1917 ഏത് വന്നത്, വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം വന്നത്. എയിം എന്ന് പറഞ്ഞാൽ എന്താണ്, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കുറയ്ക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ്, റെഡ്യൂസ് ദ ഹെൽത്ത് പ്രോബ്ലംസ് ലൈക്ക് സീറോഫ്താൽമിയ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ബ്ലൈൻഡ്നെസ്, അതെല്ലാം എന്ത് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ള ഒരു ഇതിലാണ് വന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ബൈ ആനുവൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എന്താണ് ഡോസ് ഓഫ് വൈറ്റമിൻ എ ടു ചിൽഡ്രൻ ഏജ്ഡ് 6 months to 5 years. 5 years വരെയുള്ള കുട്ടികൾക്ക് 6 മാസം കൂടിയിരിക്കുമ്പം എന്ത് കൊടുക്കണം, വൈറ്റമിൻ എയുടെ എന്താ പറയുക ഡോസ് കൊടുത്തിരിക്കണം. പിന്നെന്താ, ദ പ്രോഗ്രാം ഓൾസോ പ്രൊമോട്ട്സ് ഡയറ്ററി ഇംപ്രൂവ്മെന്റ് ആൻഡ് ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ ആസ് ലോങ് ടേം സൊല്യൂഷൻ. അടുത്ത ഏതാ, ഗോയിറ്റർ അല്ലേ, ഗോയിറ്റർ കൺട്രോൾ പ്രോഗ്രാം അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി പ്രോഗ്രാം. അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1962. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, സർവേ ടു അസസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ഇൻ ഡിസ്ട്രിക്ട്. പിന്നെ ഏതാണ്, സപ്ലൈ ഓഫ് അയഡൈസ്ഡ് സോൾട്ട്. സർവേ ടു അസസ് ദ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ ഇൻ ദ ഇമ്പാക്ട് ഓഫ് അയഡൈസ്ഡ് സാൾട്ട് ആഫ്റ്റർ എവറി 5 years ഇൻ എ ഡിസ്ട്രിക്ട്. പിന്നെന്താ, ലാബ് മോണിറ്ററിംഗ് ഓഫ് അയഡൈസ്ഡ് സാൾട്ട് ആൻഡ് യൂറിനറി അയഡിൻ എക്സ്ക്രീഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ. പിന്നെന്താ, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം. അതിനകത്ത് എന്താണ് വരുന്നത്, അത് ലോഞ്ച് ചെയ്തിരുന്നതാണ്, ലോഞ്ച് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺ 15th October 1997 അത് ലോഞ്ച് ആയത്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ടു പ്രൊമോട്ട് ദ ഹെൽത്ത് ഓഫ് ദ മദർ ആൻഡ് ചിൽഡ്രൻ, ടു എൻഷുർ സേഫ് മദർഹുഡ് ആൻഡ് ചൈൽഡ് സർവൈവൽ. To intermediate objective is to reduce IMR എന്താണ്, infant mortality rate and maternal mortality rate. പിന്നെന്താ, the ultimate objective of this objective is population stabilization through responsible reproductive behavior. ഇന്റർവെൻഷൻസ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് RCH എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ആണല്ലോ. മെറ്റേണൽ കെയർ, അതായത് സേഫ് മദർഹുഡ്, അവർക്ക് എന്താണ് പ്രോപ്പറായിട്ടുള്ള ആൻറ്റിനേറ്റൽ പോസ്റ്റ്നേറ്റലൊക്കെ ആയിട്ടുള്ള ആ ഒരു കെയർ അവർക്ക് കൊടുക്കുക. ചൈൽഡ് സർവൈവൽ, അവർക്ക് എന്താ പറയുക പ്രോപ്പറായിട്ടുള്ള ചൈൽഡ് കെയറും കാര്യങ്ങളും എല്ലാം. പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, പ്രിവെൻഷൻ ഓഫ് HIV or AIDS.
ആർ സി എച്ച് പാക്കേജ് എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? ഫോർ മറ്റേണൽ സർവീസ് അല്ലെങ്കിൽ സേഫ് മദർഹുഡിന് എന്താണ് ഒബ്സ്റ്ററ്ററി കെയർ, ഇൻഫെക്ഷൻ കൺട്രോൾ, ന്യൂട്രീഷൻ പ്രൊമോഷൻ അതെല്ലാം വരുന്നുണ്ട്. ഇനി ഫോർ ചൈൽഡ് സർവീസിന്, ചൈൽഡ് സർവൈവലിന് എന്താണ് കൊടുക്കുന്നത്? essential care of newborn including care of the risk newborn by prompt referral services. പിന്നെന്താ, ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ഉണ്ട്. ന്യൂട്രീഷണൽ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുമ്പം അവർക്ക് എന്താണ്, ഒരു രീതിയിലും അവർക്ക് എന്താണ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഇതുമായിട്ട് കോണ്ടാക്റ്റ് ഒന്നും വരാതെ ന്യൂട്രീഷ്യസ് പ്രോബ്ലം ഒന്നും, ന്യൂട്രീഷ്യസ് റിച്ച് ഡയറ്റ് പ്രൊമോട്ട് ചെയ്യുക. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഫെർട്ടിലിറ്റി കൺട്രോൾ, MTP സർവീസ് ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. അഡോളസൻസ് പിന്നെന്താണ് HIV ഓർ എയ്ഡ്സ്. പിന്നെ ഏതാണ് RCH പ്രോഗ്രാം. ദീസ് ഇൻക്ലൂഡ് RCH പ്രോഗ്രാമിനകത്ത് വരുന്ന എന്താണ്? പ്രൊവിഷൻ ഓഫ് എസെൻഷ്യൽ എമർജൻസി ആൻഡ് എസെൻഷ്യൽ കെയർ, പ്രൊവിഷൻ ഓഫ് എക്യുപ്മെൻറ്റ് ആൻഡ് ഡ്രഗ് കിറ്റ് ടു സെലക്റ്റഡ് PHCs ആൻഡ് സെലക്റ്റഡ് എന്താണ് FRUs ഇൻ ഓൾ ഡിസ്ട്രിക്റ്റ്. പിന്നെന്താ 24-hour ഡെലിവറി സർവീസസ് ഇൻ PHC ആൻഡ് CHC. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അതിൻ്റെ ആ ഒരു ഇയർ JPHN എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? 1971. എന്താണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി വന്നേക്കുന്നത് എന്നാണ് വരുന്നത്? 1971 24-hour ഡെലിവറി സർവീസ് ഉണ്ട്. എവിടെയാണ്? PHCയിലും CHCയിലും. പിന്നെന്താണ്? പ്രൊവിഷൻ ഓഫ് എക്യുപ്മെൻറ്റ് ആൻഡ് ഡ്രഗ് കിറ്റ്സ് ടു സെലക്റ്റഡ് PHC ആൻഡ് സെലക്റ്റഡ് FRU എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്സ്. അതെന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് എമർജൻസി ആയിട്ട് ഒരു C-സെക്ഷനോ ഒരു ഡെലിവറിയോ ഒക്കെ കണ്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്സ്, അതായത് എല്ലാ ഡിസ്ട്രിക്റ്റിലും അത് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെയെന്ന് പറയുന്നത് ഈ എന്താണ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു എന്താണ് സ്കീമുകൾ ആണ്. ഇനി ഏതാണ്? ഇമ്മ്യൂണൈസേഷൻ, കൺട്രോൾ ഓഫ് RTA ആൻഡ് STD, ഇതൊക്കെ തന്നെയാണ് മുമ്പേ പറഞ്ഞത്. പിന്നെ ഡയേറിയൽ ഡിസീസ് കൺട്രോൾ, അതെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് എന്താണ് റൊട്ടാ വൈറസിൻ്റെ വാക്സിൻ, അക്യൂട്ട് റെസ്പിറേറ്ററി കൺട്രോൾ, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വൈറ്റമിൻ A ഡെഫിഷ്യൻസി ഇൻ ചിൽഡ്രൻ, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് അനീമിയ ഇൻ ചിൽഡ്രൻ. പിന്നെ ഇൻഫാൻസിനാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ ഏജ് ഓഫ് 6 months ഓൺവേർഡ്സ് അപ് ടു ദ ഏജ് ഓഫ് 5 years റിസീവ് ലിക്വിഡ് ഫോർമുലേഷൻ ഓഫ് എന്താണ് 20 milligram ഓഫ് എലമെൻ്റൽ അയൺ വിത്ത് അതിൻ്റെ കൂടെ തന്നെ എന്താണ് 100 microgram ഓഫ് എന്താണ് ഈ പറയുന്ന ഫോളിക് ആസിഡ് പെർ ഡേ ഫോർ 100 days അത് കൊടുത്തിരിക്കണം. ചിൽഡ്രൻസ് അപ് ടു 6 to 10 years ആണെങ്കിൽ 30 milligram എലമെൻ്റൽ അയണും 250 microgram ഫോളിക് ആസിഡ് ഫോർ 100 days ഇൻ എ ഇയർ കൊടുത്തിരിക്കണം. ക്ലിയർ ആയോ? പിന്നെ അതിനകത്തുള്ള ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണെന്നുള്ളത്, ഈ RCHൻ്റെ phase 1 ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണെന്നുള്ളത് അതെന്ന് പറയുന്നത് എന്താണ് എല്ലാ വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷനിലും എന്ത് ചെയ്യത്തില്ല, ഈ ഒരു സർവീസ് റീച്ച് ചെയ്യത്തില്ല. ദ മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഫിനാൻഷ്യലായിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഇൻഅഡിക്വേറ്റ് ആയിരിക്കും. ദ ഹ്യൂമൻ റിസോഴ്സസ് സച്ച് ആസ് ഡോക്ടർ, നഴ്സസ്, അത് അവരുടെയൊക്കെ ഡെഫിഷ്യൻ്റ്, അവരൊന്നും എന്താണ് അവൈലബിലിറ്റി ആയിട്ട് ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. പിന്നെന്താണ് ക്വാളിറ്റി ഓഫ് സർവീസസ് ഇൻ PHC ആൻഡ് CHC വാസ് പുവർ. അതൊക്കെയെന്ന് പറയുന്നത് അത് കണക്ക് തന്നെ കമ്മ്യൂണിറ്റിയുടെ ലാക്ക് ഓഫ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, അതൊക്കെയെന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു പാക്കേജിൻ്റെ ആ ഒരു എന്താ പറയുന്ന തടസ്സങ്ങൾ ആണ്. പിന്നെ phase 2 എന്താണ് സ്റ്റാർട്ട് ചെയ്തത് എന്താണ് 2005 മുതൽ 2006 വരെയായിരുന്നു. അതിനകത്തെന്ന് പറയുന്നത് ഇംപ്രൂവിങ് ആക്സസ്, യൂസ് ആൻഡ് ക്വാളിറ്റി ഓഫ് RCH സർവീസസ് എസ്പെഷ്യലി ദ പുവർ ആൻഡ് അണ്ടർ സെർവ്ഡ് പോപ്പുലേഷൻ. എയിംസ് എന്ന് പറയുന്നത് എന്താണ് മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. പിന്നെന്താണ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്യുന്നു കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ്, ഇമ്മ്യൂണൈസേഷൻ കവറേജ് എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ്. പിന്നെ കമ്പോണൻസ് ഓഫ് RCH2 എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ, മറ്റേണൽ ഹെൽത്ത്, ന്യൂ ബോൺ കെയർ, ചൈൽഡ് ഹെൽത്ത്, അഡോളസൻറ്റ് ഹെൽത്ത്, ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്നത് RCHൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി ഏതാണ് കൺട്രോൾ ഓഫ് എന്താണ് RTIs ഓർ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, അർബൻ ഹെൽത്ത്, ട്രൈബൽ ഹെൽത്ത്, മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ, ഇതെല്ലാം എന്തിൻ്റെ തന്നെ ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു, JPHൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. RMNHCH സ്ട്രാറ്റജി ഇൻ ഇന്ത്യ അതെന്നാണ് വന്നത് 2013 വന്നത്. അതിനകത്ത് R സ്റ്റാൻഡ്സ് ഫോർ റീപ്രൊഡക്റ്റീവ്, M സ്റ്റാൻഡ്സ് ഫോർ മറ്റേണൽ, N സ്റ്റാൻഡ്സ് ഫോർ ന്യൂ ബോൺസ് ആൻഡ് C സ്റ്റാൻഡ്സ് ഫോർ എന്താണ് ചൈൽഡ്.
ആൻഡ് എ എന്ന് പറയുന്ന എ എന്താണ് എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ വന്നത്. എന്താണ് എ എന്ന് പറയുന്നത്? എന്താണ്? അഡോളസെന്റ് ഹെൽത്ത് ആണ്. ഇറ്റ് ഫോക്കസ് ഓൺ റെഡ്യൂസിങ് മോർട്ടാലിറ്റി റേറ്റ്സ് ഇൻക്ലൂഡിങ് അക്സസ് ടു ഹെൽത്ത് കെയർ ആൻഡ് അഡ്രസ്സിങ് ദ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. അടുത്ത ഏതാണ്? യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. 1974 WHO ആണ് എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ കൊണ്ടുവന്നത്. ആരാണ്? WHO ആണ് ഏത് കൊണ്ടുവന്നത്? എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ കൊണ്ടുവന്നത്. ഇൻ 1985 യൂണിസെഫ് അതിനെ റീനെയിം ചെയ്തു. യൂണിവേഴ്സൽ ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ എന്നും പറഞ്ഞിട്ട് അതിനെ എന്ത് ചെയ്തു? റീനെയിം ചെയ്തു. അപ്പം പിന്നെന്ത് പറ്റി? ഇൻ 1985 തന്നെ ഈ UIP പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ. ഇറ്റ് ഹാസ് 2 വൈറ്റൽ കമ്പോണൻസ്. ഏതൊക്കെയായിരുന്നു? ഇമ്മ്യൂണൈസേഷൻ ഓഫ് പ്രഗ്നന്റ് വുമൺ എഗെയിൻസ്റ്റ് ടെറ്റനസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ എഗെയിൻസ്റ്റ് ടെറ്റനസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ ഓഫ് ചിൽഡ്രൻ എഗെയിൻസ്റ്റ് 6 EPI ടാർഗറ്റ് ഡിസീസസ്. അതായത് ഇത് 2 വൈറ്റൽ കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഒരെണ്ണം ടെറ്റനസിനെതിരായിട്ടുള്ള ഇമ്മ്യൂണൈസേഷനും 6 വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസിനെതിരായിട്ടുള്ള ഇമ്മ്യൂണൈസേഷനും. 1962 ഫസ്റ്റ് വാക്സിൻ നമ്മുടെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1983 TT വാക്സിൻ ഫോർ പ്രഗ്നന്റ് വുമൺ. 1990 വൈറ്റമിൻ A സപ്ലിമെൻറ്റേഷൻ. 1997 വാക്സിൻ വയൽ മോണിറ്റർ ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ വാക്സിൻസ് ഇൻ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. 2017 മീസിൽസ് റുബല്ല വാക്സിൻ. 2017 തന്നെയാണ് ന്യൂമോകോക്കൽ വാക്സിനും വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം നീഡ് പ്രോഗ്രാം. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് 5-year പ്ലാനിലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നാണ് 1974 മുതൽ 78 വരെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊവൈഡ് ബേസിക് മിനിമം നീഡ്സ് ദെയർ ബൈ ഇംപ്രൂവിങ് ദ ലിവിങ് സ്റ്റാൻഡേർഡ്സ്. അതിനകത്ത് എന്തൊക്കെയാണ് മിനിമം നീഡ്സ് കമ്പോണൻസ് എന്ന് പറയുന്നത്? റൂറൽ ഹെൽത്ത്, റൂറൽ വാട്ടർ സപ്ലൈ, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, എലമെൻ്ററി എഡ്യൂക്കേഷൻ, പിന്നെന്താ അഡൾട്ട് എഡ്യൂക്കേഷൻ, ന്യൂട്രീഷൻ, എൻവയോൺമെൻറ്റൽ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് അർബൻ സ്ലംസ്, ഹൗസസ് ഫോർ ലാൻഡ്ലെസ് ലേബേഴ്സ്. അടുത്ത ഏതാണ്? 20 പോയിന്റ് പ്രോഗ്രാം. 20 പോയിന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 1975 അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് റീസ്ട്രക്ചേർഡ് ചെയ്തിരിക്കുന്നത് എന്നാണ്? 1986 അത് റീസ്ട്രക്ചേർഡ് ചെയ്തു. പിന്നെ അത് എഗെയിൻ ഒന്നും കൂടെ ചെയ്തു എന്നാണ്? 2006 20 പോയിന്റ് പ്രോഗ്രാമിനകത്ത് 20 പോയിന്റുകളാണ് വരുന്നത്. ഏതൊക്കെയാണ്? പോവർട്ടി ഇറാഡിക്കേഷൻ, പവർ ടു പീപ്പിൾ, സപ്പോർട്ട് ടു ഫാമേഴ്സ്, ലേബർ വെൽഫെയർ, ഫുഡ് സെക്യൂരിറ്റി, housing for all, clean drinking water, health for all, education for all, welfare of scheduled tribes, monitoring and OBCs. പിന്നെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആണ് ഈ OBC എന്ന് പറയുന്നത്. വുമൺ വെൽഫെയർ, ചൈൽഡ് വെൽഫെയർ, യൂത്ത് ഡെവലപ്മെൻറ്റ്, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്ലം, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് ഫോറസ്റ്റേഷൻ, സോഷ്യൽ സെക്യൂരിറ്റി, എന്താണ് റൂറൽ റോഡ്സ്, പിന്നെന്താ എനർജൈസേഷൻ ഓഫ് റൂറൽ ഏരിയാസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ബാക്ക്വേർഡ് ഏരിയാസ്, പിന്നെ ഏതാണ് IT എനേബിൾഡ് അല്ലേ, IT എനേബിൾഡ് ഇ ഗവേൺസ്. ഇതാണ് ഇതിനകത്തുള്ള 20 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ ഓരോ പോയിന്റ്സിനും എന്താണ് ഇതിനകത്തെല്ലാം കൂടി വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ 20 പോയിന്റ്സ് എന്ന് പറയുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത് 20 പോയിന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്തിനകത്ത് വരുന്നത്, പ്രോഗ്രാമിനകത്ത് വരുന്നത്. പിന്നെ അടുത്ത ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. ഏതാണ്? നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം. അതെന്താണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? 1982 എന്ത് വന്നിരിക്കുന്നത്? നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം വന്നിരിക്കുന്നത്. നാഷണൽ മെൻ്റൽ ഹെൽത്ത് ആക്ട് വന്നിരിക്കുന്നത് എന്നാണ്? 2017 എന്ത് വന്നിരിക്കുന്നത്? ഈ പറയുന്ന നാഷണൽ മെൻ്റൽ ഹെൽത്ത് ആക്ട് വന്നിരിക്കുന്നത്. ഇനി എന്താണ് നാഷണൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ പ്രോഗ്രാം. വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ പ്രോഗ്രാം എന്തിനകത്താണ് വരുന്നത്? ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 1954 എന്ത് വന്നിരിക്കുന്നത്? വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ പ്രോഗ്രാം വന്നിരിക്കുന്നത്. ഇൻ 1972 സ്പെഷ്യൽ പ്രോഗ്രാം നോൺ ആസ് ആക്സിലറേറ്റഡ് റൂറൽ, അത് വാട്ടർ സപ്ലൈ പ്രോഗ്രാം എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? സ്പെഷ്യൽ പ്രോഗ്രാം നോൺ ആസ് ആക്സിലറേറ്റഡ് റൂറൽ വാട്ടർ സപ്ലൈ പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ്. അപ്പം എന്താണ് നമ്മളിനിയും അപ്പം അതിനകത്ത് വരുന്ന ഈ വാട്ടർ സാനിറ്റേഷൻ പ്രോഗ്രാമിനകത്ത് വരുന്ന അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ പ്രോഗ്രാമിനകത്ത് വരുന്ന ഒരു പാർട്ടാണ് ഈ സ്വജൽധാര എന്ന് പറയുന്നത്. അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ്?
25 ഡിസംബർ 2002 എന്ത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ഈ സ്വജൽ ധാര എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവൈഡിങ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയയിൽ എന്താണ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഈ സ്വജൽ ധാരയുടെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് റിവൈസ്ഡ് ഫ്രം 1 April 2009 ആസ് നാഷണൽ റൂറൽ ഡ്രിങ്കിങ് വാട്ടർ പ്രോഗ്രാം. അപ്പോൾ ഇത് റിവൈസ് ചെയ്തത് എന്നാണ്? 1 April 2009, 2002 പിന്നെ അത് എപ്പോഴാണ് റിവൈസ് ചെയ്തത്? 1 April 2009 റിവൈസ് ചെയ്തു. റിവൈസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണത് പറയുന്നത്? ആസ് എന്താണ്? നാഷണൽ റൂറൽ ഡ്രിങ്കിങ് വാട്ടർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടാണത്. ആരാണ് അത്? ഇത് ഏത് സമയത്താണത് ഇത് ചെയ്തതെന്നാണ് പറഞ്ഞത്? നാഷണൽ റൂറൽ ഡ്രിങ്കിങ് വാട്ടർ പ്രോഗ്രാം. ക്ലിയർ ആയോ? പിന്നെ അടുത്ത എന്താണ്? ഭാരത് നിർമ്മാൺ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2005 അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ടു അസസ് ദ വാട്ടർ ക്വാളിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെന്താണ്? നിർമ്മൽ ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് വാസ് മെയ്ഡ് ഇൻ ദ ടോട്ടൽ സാനിറ്റേഷൻ ക്യാമ്പയിൻ ഓഫ് ദ 12th 5-year പ്ലാൻ ഡ്യൂറിങ് 2012. പിന്നെ അതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? പ്രൊവിഷൻ ഓഫ് സാനിറ്ററി ലാട്രിൻ, പ്രൊവിഷൻ ഓഫ് സാനിറ്ററി ഫെസിലിറ്റീസ് ഇൻ ദ എൻറ്റയർ കമ്മ്യൂണിറ്റീസ്. പിന്നെന്താണ്? സ്വച്ഛ് ഭാരത് മിഷൻ. സ്വച്ഛ് ഭാരത് മിഷൻ എന്താണ്? ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2nd October 2014 എന്ത് വന്നത്? സ്വച്ഛ് ഭാരത് മിഷൻ വന്നത്. ഇറ്റ് എയിം ടു ഇറാഡിക്കേറ്റ് ഓപ്പൺ ഡെഫിക്കേഷൻ ബൈ ദ ഇയർ 2010. ഇതെന്ത് ചെയ്തു? ഇത് എന്തിനെ ഇറാഡിക്കേറ്റ് ചെയ്തു? ഓപ്പൺ ഡെഫിക്കേഷൻ ഇറാഡിക്കേറ്റ് ചെയ്തു. ഏതാണ്ട് ഒരു 20 മില്യൺ ടോയ്ലറ്റ്, അതായത് എന്താണ് ഇന്ത്യ, അതായത് ആ ഒരു നേഷൻ, അതായത് ആ ഒരു ഇത് 20 മില്യൺ പുറത്ത് ടോയ്ലറ്റ് അവരെന്ത് ചെയ്തു? നിർമ്മിച്ചു കൊടുത്തു. ഏതിൻ്റെ ബേസിൽ? ഈ സ്വച്ഛ് ഭാരത് മിഷൻ്റെ ബേസിൽ. ഇനി നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താ? വെൻ വാസ് ദ നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ? എന്നാണ് വന്നത്? 1951 53 55 58 എപ്പോഴാണ് വന്നത്? നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം വന്നത് 1953. പിന്നെ ഏതാണ് വരുന്നത്? വാട്ട് വാസ് ദ നെയിം ഓഫ് മലേറിയ ഇറാഡിക്കേഷൻ സ്ട്രാറ്റജി അഡോപ്റ്റഡ് ഇൻ 1994? 1994 മലേറിയ ഇറാഡിക്കേഷൻ സ്ട്രാറ്റജി എന്താണ് അഡോപ്റ്റ് ചെയ്ത നെയിം എന്താണ് എന്നാണ് ചോദ്യം. ഏതാണ്? EMCP എന്നാണോ? മലേറിയ ആക്ഷൻ പ്ലാൻ എന്നാണോ? പിന്നെ MAP2 എന്നാണോ? BDCP എന്നാണോ? ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, മലേറിയ ആക്ഷൻ പ്ലാൻ എന്നാണ് വരുന്നത്. പിന്നെ ഏതാ? ദ NVBDCP, അതായത് നാഷണൽ വെക്റ്റർ കൺട്രോൾ, അതായത് വെക്റ്റർ ബോൺ കൺട്രോൾ പ്രോഗ്രാം, അതായത് ആ ഒരു മലേറിയയുടെ കൺട്രോൾ പ്രോഗ്രാമിനാണ് അത് പറയുന്നത്. അതെന്ന് പറയുന്നത് ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് വിച്ച് നാഷണൽ മിഷൻ? ഏതിൻ്റെ ഇതിലാണ് വന്നത്? നമ്മൾ പറഞ്ഞു അത് എന്തുമായിട്ട് ആഡ് ചെയ്തു എന്ന് പറഞ്ഞു? നാഷണൽ ഹെൽത്ത് മിഷനുമായിട്ട്, അതായത് NRHM, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനുമായിട്ട് അത് എന്ത് ചെയ്തു? കമ്പൈൻ ചെയ്തു എന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത് അതൊരു ഇൻറ്റഗ്രൽ പാർട്ടാണ് എന്തിൻ്റെ? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ്റെ. പിന്നെന്താണ്? എൻഹാൻസ്ഡ് മലേറിയ കൺട്രോൾ പ്രോജക്റ്റ് വാസ് ലോഞ്ച്ഡ് വിത്ത് ദ സപ്പോർട്ട് ഫ്രം വിച്ച് ഓർഗനൈസേഷൻ? ഏതാണ്? WHO, UNICEF, വേൾഡ് ബാങ്ക്, UNDP. ഏതിൻ്റെയാണ്? WHOയുടെയാണ്. പിന്നെന്താ? വിച്ച് ഡയഗ്നോസ്റ്റിക് ടൂൾ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അണ്ടർ കാല അസാർ കൺട്രോൾ പ്രോഗ്രാം? ELISA, PCR, RK39, വൈഡൽ. ഏതാണ് എന്താണ് കാലോ അസാർ ടൂളിന് കൊടുക്കുന്ന ആ ഒരു ഡയഗ്നോസ്റ്റിക് ടൂൾ എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ പറഞ്ഞു RK39, ലീഷ്മാനിയാസിസ് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ആൻറ്റിബോഡി ഡിറ്റക്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് RK39 എന്ന് പറയുന്നത്. പിന്നെ ഏതാ? ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഈസ് സ്പ്രെഡ് ബൈ ടിക്സ്, റോഡൻസ്, മോസ്കിറ്റോസ്, ലൈസ്. ഏതാണ്? മോസ്കിറ്റോ ആണ് അതിനകത്ത് വരുന്നത്. പിന്നെന്താണ്? ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻ ഈസ് റെക്കമെൻഡഡ് ഫോർ ചിൽഡ്രൻ ഏജ്ഡ് 0 to 5 years, 6 months to 3 years, 1 to 15 years, 5 to 12 years. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി, 1 to 15 years ആണ് ഈ ഒരു വാക്സിനേഷൻ ചിൽഡ്രൻസിന് കൊടുക്കുന്നത്. ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ? 1 വയസ്സ് മുതൽ 15 years വരെ.
പിന്നെ എന്താണ്, ഇൻ വിച്ച് ഇയർ ദ നാഷണൽ ലെപ്രസി കൺട്രോൾ പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ്? 1955, 1962, 1983, 2000. ഏതാണ് ഓപ്ഷൻ? ഏതാണ്? എ ആണ്. ഏത്? 1955 ആണ് നാഷണൽ ലെപ്രസി കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. പിന്നെ ആശാ വർക്കേഴ്സ് റിസീവ് ഹൗ മച്ച് ഫോർ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ലെപ്രസി കേസ് ബിഫോർ വിസിബിൾ ഡിഫോമിറ്റി? ഒരു ഡിഫോമിറ്റി ഒന്നും ഇല്ല ആയിട്ടുള്ള, ഒരു വിസിബിളായിട്ട് യാതൊരു ഡിഫോമിറ്റിയും ഇല്ല എന്ന് ആക്കുവാണെങ്കിൽ അങ്ങനെയുള്ളതിന് ആശാ വർക്കേഴ്സിന് എത്രയാണ് കൊടുക്കുന്നത്? 200 ആണോ, 250 ആണോ, 400 ആണോ, 600 ആണോ? ഏതാണ് വരുന്നത്? 250 അല്ലേ? The revised National Tuberculosis Control Program was launched in 1994, 1997, 2000, 2005. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഏത്? 1997. National Tuberculosis Elimination Program was named in 2015, 2018, 2020 and 2022. ഏതാണ്? 2020 ആണ് ഏതിനകത്ത് വരുന്നത്? നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമിനകത്ത് വരുന്നത്. ഇനി അടുത്ത ഏതാ? ദ ഡോട്ട് സ്ട്രാറ്റജി ഇൻക്ലൂഡ് ഹൗ മെനി കീ കമ്പോണൻസ്? അതിനകത്ത് വരുന്ന കീ കമ്പോണൻസ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു എന്താണ്, 5 കമ്പോണൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഡോട്ട്സിൻ്റെ സ്ട്രാറ്റജിക്കകത്ത് വരുന്നത് 3 ആണോ, 4 ആണോ, 5 ആണോ, 6 ആണോ? ഏതാണ്? ഓപ്ഷൻ സി 5 ആണ് അല്ലേ? അടുത്ത നിക്ഷയ് ഈസ് എ സോഫ്റ്റ്വെയർ ലോഞ്ച്ഡ് ഇൻ വിച്ച് ഇയർ? 2010, 2011, 2012, 2013. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. 2012 ആണ് നിക്ഷയ് ഇത് ചെയ്തത്. പിന്നെ വിച്ച് ഇയർ മാർക്സ് ദ ലോഞ്ച് ദ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ഇൻ ഇന്ത്യ? 1985, 1986, 1987, 1990. ഏതാണ്? 1987. പിന്നെ ഏതാ? ആൻറ്റി റെട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ വാസ് ഇനിഷ്യേറ്റഡ് ഇൻ വിച്ച് ഇയർ? 2002, 2004, 2006 ആൻഡ് 2008. ഏതാണ്? 2004 ആൻറ്റി റെട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് വന്നത്. പിന്നെ ഏതാ? When was the National Program for Control of Blindness launched? 1974, 1975, 1976, 1980. ഏതാണ് ഈ ബ്ലൈൻഡ്നെസ് കൺട്രോൾ പ്രോഗ്രാം വന്നത് എപ്പോഴാണ്? 1976. Which initiative aims to eliminate avoidable blindness by 2020? Vision India 2020, Vision India 2020, The Right to Sight, Clear Vision Project, Blindness ഫ്രീ ഇന്ത്യ. ഏതാണ് വരുന്നത്? വിഷൻ 2020. എന്താണ്? ദ റൈറ്റ് ടു സൈറ്റ്. നാഷണൽ വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഇൻ 1962, 1968, 1970, 1974. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 1970. Vitamin A supplement was given to children at the age of 6 months to 3 years, 6 months to 5 years, 1 to 5 years, 2 to 6 years. ഏതാണ്? 6 months to 5 years. Goiter control program was launched in the year 1995, 1960, 1962, 1970. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഏത്? 1962. The midday meal program belongs to which category program? Communicable disease, non-communicable disease, nutritional, occupational. ഏതാണ്? ന്യൂട്രീഷണൽ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ എയിം ഓഫ് ദ നാഷണൽ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം? നാഷണൽ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ എയിം എന്തായിരുന്നു എന്നായിരുന്നേ? എന്താണ്? കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് ആണോ? കൺട്രോൾ ഓഫ് മലേറിയ, ഇംപ്രൂവ് മാറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, പ്രിവെൻറ്റ് HIV. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലേ? ഇംപ്രൂവ്മെൻറ്റ് ഓഫ് മാറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The 20-point program is primarily related to employment generation, infrastructure development, social and economic welfare, military nursing. 20-point program relate ചെയ്തിരിക്കുന്നത് എന്തിനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ സി എന്താണ്? സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽഫെയറിനാണ് അതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രോഗ്രാം? ക്യാൻസർ കൺട്രോൾ പ്രോഗ്രാം, ഡയബറ്റീസ് കൺട്രോൾ പ്രോഗ്രാം, എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം. ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് നോട്ട് എ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. നോട്ട് എ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ്? പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ഓഫ് ഡെഫ്നെസ്. ഏതാണ് ഇതിനകത്ത് വരുന്നത്? നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം. ഇനി ഇതിനകത്ത് അസേർഷൻ എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ 1953. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് അല്ലേ? പിന്നെ മലേറിയ വാസ് ദ ലീഡിംഗ് കോസ് ഓഫ് മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി ഇൻ ഇന്ത്യ ഡ്യൂറിങ് ഏർലി 1950s. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ.
both A and R are true, R is not the correct explanation of A is true, R is false, A is false, R is true. ഏതാണ് വരുന്നത്? both A and R എന്ന് പറയുന്നത് true ആണ്, R is the correct explanation of A. പിന്നെന്താണ്? നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ 1987 ഇൻ ഇന്ത്യ. റീസൺ ദ ഫസ്റ്റ് കേസ് ഓഫ് HIV വാസ് ഡിറ്റക്റ്റഡ് ഇൻ 1986. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലേ. അത് 87-ലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അത് ഫസ്റ്റ് കേസ് ഡിറ്റക്ട് ചെയ്തത് 1986-ലാണ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അസേർഷൻ എന്താണ്? ദ റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം വാസ് റീനെയിംഡ് ആസ് നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം ഇൻ 2020. The DOT strategy was found to be ineffective in എന്താണ്? TB ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൽ ഏതാണ്? ഇതിൽ എന്താണ്? ബോത്ത് A and R are true, R is the correct explanation of A. Both A and R are true, R is not the correct explanation of A is true, R is false, A is false, R is true. നമ്മൾ എന്താ പറയുന്നത്, റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാമിനെ റീനെയിം ചെയ്തിട്ട് നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം 2020 ആക്കി എന്നുള്ളത് കറക്റ്റാണ് അല്ലേ. പിന്നെ ദ ഡോട്ട് സ്ട്രാറ്റജി വാസ് ഫൗണ്ട് ടു ബി ഇൻഎഫക്റ്റീവ് എന്ന് നമ്മൾ പറഞ്ഞു അതിനകത്ത്? ഇല്ല. ഡോട്ട്സിന് 5 കാറ്റഗറി ഉണ്ട്. അതെല്ലാം അതെന്താണ്? എഫക്റ്റീവായിട്ടുള്ള ഒരു TB ട്രീറ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. എ എന്ന് പറയുന്നത് ട്രൂവും എന്താണ്? ബി എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? ഫോൾസും ആണ്. അടുത്ത എന്താ? മിഡ് ഡേ മീൽ പ്രോഗ്രാം എയിംസ് ടു പ്രൊവൈഡ് ഫ്രീ ലഞ്ച് ടു സ്കൂൾ ചിൽഡ്രൻ. The objective of this program is to increase school enrollment and reduce classroom hunger. ഏതാണ്? കറക്റ്റായിട്ടുള്ള കാര്യമാണല്ലേ. മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്ന് പറയുന്നത് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് സ്കൂൾ ഗോയിങ് ചിൽഡ്രൻസിനാണ്. അത് മെയിനായിട്ടെന്ന് പറയുന്നത് ഈ റൂറലായിട്ടുള്ള ഏരിയാസ് ഇല്ലേ, അങ്ങനെയുള്ള ഏരിയാസിലാണ് നമ്മൾ ഈ മിഡ് ഡേ മീൽ പ്രോഗ്രാം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കാരണം കുഞ്ഞുങ്ങൾ സ്കൂളിൽ എന്താണ് വിശപ്പ്, അവർക്ക് ആഹാരം ഇല്ലാത്തത് കൊണ്ട് സ്കൂളിൽ പോലും പോകില്ല. അപ്പോൾ സ്കൂളിൽ അവർക്ക് ആ ഒരു ഫെസിലിറ്റി കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും? സ്കൂളിലും വരും. അതുകൊണ്ടൊക്കെ തന്നെ എന്ത് ചെയ്യും? അറ്റൻഡൻസ് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. പിന്നെന്താണ്? അവരുടെ ക്ലാസ് റൂം ഹങ്കർ എന്ത് ചെയ്യും? കുറയ്ക്കുകയും ചെയ്യും. ക്ലിയർ ആണോ? അടുത്ത എന്താ? വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ ഈസ് പ്രൊവൈഡഡ് ട്വൈസ് എ ഇയർ ടു ചിൽഡ്രൻ ഏജ്ഡ് 6 months to 5 years ഇൻ ഇന്ത്യ. അത് ട്രൂ ആണ് അല്ലേ. ദ പർപ്പസ് ഈസ് ടു പ്രിവെന്റ് വൈറ്റമിൻ എ ടോക്സിസിറ്റി ഇൻ ചിൽഡ്രൻ. അത് കറക്റ്റ് ആണോ? അല്ല. നമ്മുടെ അതെന്ന് പറയുന്നത് മെയിനായിട്ട് എന്താണ്? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡെഫിഷ്യൻസി കുറയ്ക്കുക എന്നുള്ളത്. നൈറ്റ് ബ്ലൈൻഡ്നസ്, സീറോഫ്താൽമിയ എന്നൊക്കെ പറയുന്ന ഡിസീസ് കണ്ടീഷനുകൾ മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. പിന്നെ find out the statement or statements that are true about National Tuberculosis Control Program. It was launched in 1962. RNTCP was renamed as National TB Elimination Program in 2020. DOT is the key strategy in the program. BCG vaccine is not included in National Tuberculosis Control Program. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ഏത്? ആർ ട്രൂ 1. അതായത് ഒന്നെന്ന് പറയുന്നത് എന്താണ്? ലോഞ്ച് ചെയ്തിരിക്കുന്നത് 62-ലാണ്. പിന്നെ എന്താണ്? അതിൻ്റെ എലിമിനേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് റീനെയിം ചെയ്തിരിക്കുന്നത് 2020-ലാണ്. പിന്നെന്താണ്? അതിനകത്ത് പിന്നെ ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ഡോട്ട് എന്ന് പറയുന്നത് ഒരു കീ സ്ട്രാറ്റജി ആണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. പിന്നെന്താ? ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ഇൻ പ്രോഗ്രാം. അതിനകത്ത് എന്തോ വരുന്നത്? ദ പ്രോഗ്രാം സ്റ്റാർട്ടഡ് ഇൻ 1955-ലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ആശാ വർക്കേഴ്സ് ആർ ഇൻസെൻറ്റിവൈസ്ഡ് ഫോർ ഐഡൻറ്റിഫൈയിങ് സപ്പോർട്ടിംഗ് ലെപ്രസി കേസസ്. Government provides 5,000 rupees to every diagnosed leprosy patients. പിന്നെന്താണ്? മൈക്രോസെല്ലുലാർ റബ്ബർ ഫുഡ്വെയർ ഈസ് പ്രൊവൈഡഡ് ഫോർ ഫുഡ് പ്രൊട്ടക്ഷൻ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതിനകത്ത് 3 വരില്ല. ഓപ്ഷൻ 3 അതായത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഇത് കൊടുത്തിട്ടുള്ള ഗവൺമെൻറ് 5,000 rupees വെച്ചിട്ട് ബിലോ പോവേർട്ടി ലൈനിലുള്ള ഫാമിലിക്കാണ് അത് കൊടുക്കുന്നത്. എല്ലാ ആൾക്കാർക്കും കൊടുക്കുമോ? ഇല്ല. പിന്നെ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 1992. Antiretroviral treatment was initiated in 2004. NACO was established as a part of NACP Phase 1. The first HIV cases in India was detected in 1992. ഏതാണ് വരുന്നത്? ഏതൊക്കെയാണ് അതിനകത്ത് പിന്നെന്താണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്?
ഓപ്ഷൻ എ ആണ് 1, 2 ആൻഡ് 3 only. 1 എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1992-ലാണ്. പിന്നെ ഏതാണ് റെട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് 2004-ലാണ്. പിന്നെ ഏതാണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ phase 1-ലാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ദ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. The UIP was launched in 2005 as a part of National Health Mission. It include vaccines like BCG, OPV, DPT and hepatitis B. Japanese encephalitis vaccine is given to all adults above 50 years of age. UIP aimed to reduce the maternal mortality by preventing the vaccine preventable disease. ഇതിൽ നോ ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഏതാണ്? 1 and 3 ആണ്. അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് UIP ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2005-ലാണോ? അല്ല. അതിൻ്റെ എന്താണ് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ പാർട്ടിലാണോ? പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ് 3 എന്ന് പറയുന്നത് ഈസ് ഗിവൺ ടു ഓൾ അഡൾട്ട്സ് എബോവ് 50 ഇയേഴ്സ് ഓഫ് ഏജ്. അത് കറക്റ്റ് ആണോ? അല്ല. ദെൻ അല്ല, വെൻ ആണേ. വെൻ വാസ് ദ എന്താണ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? ഏതാണ്? 2 October 2014, 15 October 1997, 1 April 2005, 5 June 1991. ഏതാണ് വരുന്നത്? 15 October 1997-ലാണ് റീപ്രൊഡക്റ്റീവ് RCH പ്രോഗ്രാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നത്. Which of the following is an objective of RCH program? Reduce malnutrition only, achieve population explosion, promote maternal and child health, increase child labor rate. ഏതാണ്? Promote maternal and child health. Which of the following is not the part of RCH intervention areas? Prevention of HIV or AIDS, management of respiratory tract infections or sexually transmitted disease, agricultural subsides, child survival. ഇതിൽ ഏതാണ് നോട്ട് എ പാർട്ട് ഓഫ് RCH എന്നാണ്. അതായത് നമുക്ക് ആ ഒരു ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഏതാണ്. ഓപ്ഷൻ സി ആണ് അല്ലേ? അഗ്രികൾച്ചറൽ സബ്സൈഡ്സ് ആണ് വരുന്നത് അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് സർവീസസ് ഈസ് ഇൻക്ലൂഡഡ് അണ്ടർ ദ സേഫ് മദർഹുഡ് ഇൻ RCH പ്രോഗ്രാം? ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ഇൻഫെക്ഷൻ കൺട്രോൾ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, അർബൻ ഡെവലപ്മെൻറ്റ്. ഏതാണ് വരുന്നത്? ഇൻഫെക്ഷൻ കൺട്രോൾ സേഫ് മദർഹുഡിനകത്ത് വരുന്നത് അല്ലേ? പിന്നെ വാട്ട് വാസ് ദ മേജർ ലാക്ന ഓഫ് RCH phase 1? അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ചോദിക്കുന്നത്. എന്താണ്? ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ലാക്ക് ഓഫ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ടു മെനി ഹോസ്പിറ്റൽസ് ഇൻ റൂറൽ ഏരിയാസ്, എക്സസ് മാൻ പവർ. ഏതാണ് വരുന്നത്? മേജർ ലാക്ന ഓഫ് RCH phase 1 എന്ന് പറയുന്നത് ഏതാണ്? ലാക്ക് ഓഫ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. Phase 2 was implemented from 1997 to 2000, 2001 to 2004, 2005 to 2009, 2010 to 2014. ഏതാണ്? 2005 to 2009 ആണ് RCH phase 2 എന്ന് പറയുന്നത്. പിന്നെന്താ? The main aim of RCH phase 2 is building factories in rural areas, improving healthcare access for poor and undeserved, launching free mobile phones, promoting foreign investment. ഏതാണ്? improving healthcare access for poor and underserved. What does RMNCH plus A stands for? ഏതാണ്? Rural Monitoring of National Child Health and Advocacy, Reproductive, Maternal, Newborn, Child and Adolescent Health, Revised Maternal Nutrition and ചൈൽഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, റീപ്രൊഡക്റ്റീവ് മാനേജ്മെൻറ്റ്, ന്യൂട്രീഷൻ ആൻഡ് ചൈൽഡ് ആക്ടിവിറ്റീസ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഏത്? റീപ്രൊഡക്റ്റീവ്, മെറ്റേണൽ, ന്യൂബോൺ, ചൈൽഡ് ആൻഡ് അഡോളസൻറ്റ് ഹെൽത്ത്. ഇച്ച് കോമൺ ആണ്. ചൈൽഡ് ആൻഡ് അഡോളസൻറ്റ് ഹെൽത്ത് ആണ്. പിന്നെന്താണ്? വാട്ട് വാസ് ദ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ? വെൻ വാസ് ദ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ? 1985, 1974, 1980, 1992 എന്നാണ്. ഓപ്ഷൻ എ ആണ്. 1985-ലാണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാക്സിൻസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ UIP ഇൻ 2017? ഏതാണ്? പോളിയോ വാക്സിൻ, മീസിൽസ് റുബല്ല വാക്സിൻ,
മീസിൽസ് റുബല്ല വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ, COVID-19 വാക്സിൻ. ഏതാണ്? മീസിൽസ് റുബല്ല വാക്സിൻ ആണ് 2017 വന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് മിനിമം നീഡ് പ്രോഗ്രാം പ്രൊമോട്ട് ഹയർ എഡ്യൂക്കേഷൻ, ഇംപ്രൂവ് ബേസിക് ലിവിംഗ് സ്റ്റാൻഡേർഡ്, എൻകറേജ് പ്രൈവറ്റൈസേഷൻ, പിന്നെന്താണ്? ഡെവലപ്പ് എന്താണ്? എക്സ്പോർട്സ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഏത്? ഇംപ്രൂവ് ബേസിക് ലിവിംഗ് സ്റ്റാൻഡേർഡ്സ്. Which of the following is not a component of minimum need program? Rural water supply, urban metro project, rural electrification, adult education. Not a component of minimum need program. അപ്പം മിനിമം നീഡ് പ്രോഗ്രാമിൽ ഉള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതിനകത്ത് ഏതാണ്? ഈ അർബൻ മെട്രോ പ്രോജക്റ്റിനെ പറ്റി മിനിമം നീഡ് പ്രോഗ്രാമിനകത്ത് പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ 1975, 1982, 1991 ആൻഡ് 2005. ഏതാണ് വരുന്നത്? മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം ലോഞ്ച് ചെയ്തതെന്നാണ് 1982 വന്നത്. പിന്നെന്താ? വാട്ട് വാസ് ദ മെയിൻ ഗോൾ ഓഫ് ദ സ്വച്ഛ് ഭാരത് മിഷൻ? എന്താണ്? ടു പ്രൊവൈഡ് ഫ്രീ ഹോംസ്, ടു ഇറാഡിക്കേറ്റ് ഓപ്പൺ ഡെഫിക്കേഷൻ, ടു ഇൻക്രീസ് ടാക്സ് കളക്ഷൻ, ടു പ്രൊമോട്ട് ടൂറിസം. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ, ടു ഇറാഡിക്കേറ്റ് ഓപ്പൺ ഡെഫിക്കേഷൻ. പിന്നെന്താ? സ്വജൽ ധാര ലോഞ്ച്ഡ് ഇൻ 2002 പ്രൈമറിലി എയിംഡ് അറ്റ് പ്രൊവൈഡിംഗ് ഇറിഗേഷൻ വാട്ടർ ടു ദ ഫാമേഴ്സ്, ക്രിയേറ്റിംഗ് ലേക്സ് ആൻഡ് ponds, providing safe drinking water in rural areas, recycling waste water in cities. ഏതാണ് വരുന്നത്? providing safe drinking water in rural areas. അടുത്ത ഏതാ? The reproductive and child health program phase 2 to aimed to improve healthcare access specifically for poor and under-deserved population. RCH phase 2 focused only on urban population and excluded tribal and rural health services. Options both A and R are true. R is the correct explanation of A. Both A and R are true. R is not the correct explanation of A. A is true, R is false. A is false, R is true. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഏതാണ്? എ ഈസ് ട്രൂ ആണ്. ആർ എന്ന് പറയുന്നത് ഫോക്കസ്ഡ് ഒൺലി ഓൺ അർബൻ പോപ്പുലേഷനിലാണോ അത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ട്രൈബൽ റൂറൽ ഏരിയനെ അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടില്ല. അതാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. മനസ്സിലായോ? പിന്നെന്താ? ദ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ 1985 ടു ഇമ്മ്യൂണൈസ് ദ ചിൽഡ്രൻ എഗെയിൻസ്റ്റ് 6 വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസ്. മീസിൽസ്, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ട്യൂബർക്ലോസിസ് ആൻഡ് പോളിയോ ആർ ദ 6 ടാർഗറ്റഡ് ഡിസീസ് അണ്ടർ UIP. ഏതാണ്? both A and R are true. R is the correct explanation of A. Both A and R are true. R is not the correct explanation of A. A is true, R is false. A is false, R is true. അപ്പോൾ ഏതാണ് വരുന്നത്? both A and R are true. R is the correct explanation of എന്താണ്? A. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഹെൽത്ത് പ്രോഗ്രാംസ് നമ്മൾ പഠിച്ചു. ഹെൽത്ത് പ്രോഗ്രാംസ് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ അതിനകത്തുള്ള ഡേറ്റുകളും അതെന്താണ് പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളത് മാത്രം പഠിക്കുക. അതിൻ്റെ മാത്രം ക്വസ്റ്റ്യൻസ് നോക്കുക. അത് കണക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് വർക്കൗട്ട് ചെയ്യുക. അതിനകത്തെല്ലാം ഈ പ്രോഗ്രാമുകളിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന നമ്മൾ ഈ വാട്ടർ സപ്ലൈയുടെ ഒക്കെ കാര്യങ്ങൾ പഠിച്ചില്ലേ, അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം നമ്മൾ പഠിച്ചില്ലേ, അതിന് പറയുന്ന മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് ഈ ഇമ്മ്യൂണൈസേഷൻ്റെ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു JPHൻ്റെ അല്ലേ. അത് ഇടയ്ക്ക് വെച്ച് പറയാൻ ഞാൻ വിട്ടുപോയി, അങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.